ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ പ്രശ്നങ്ങളുടെ നടുവിൽ അതിനെക്കുറിച്ച് വിചാരപ്പെടാതെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. 1 പത്രോസിന്റെ ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. യേശു ക്രിസ്തു ഒരു ജാതിയുടെയും ഒരു മതത്തിൻ്റെയും ദൈവമല്ല. പാപത്തിലും ശാപത്തിലും കിടന്ന മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ശാപങ്ങളെ വഹിച്ച് നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അവൻ നമ്മുടെ ഭാരങ്ങളെ എല്ലാം നമ്മളിൽ നിന്ന് അകറ്റുവാൻ കുരിശു മരണത്തിലൂടെ നമുക്ക് തന്ന രക്ഷയെ, നമുക്ക് തന്ന പാപമോചനത്തെ, നമുക്ക് തന്ന വീണ്ടെടുപ്പിനെ എല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവേ എന്നോട് കൂടെ ഇരിക്കണമേ, എൻ്റെ പ്രതിസന്ധികളിൽ നിന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവിൻ്റെ കരുതൽ അറിഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കരുതൽ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവിക കരുതലുകൾ ഞാൻ വ്യക്തമായി അനുഭവിച്ച വ്യക്തിയായതുകൊണ്ടാണ് ആ കരുതലിനെ പറ്റി എനിക്ക് പറയുവാൻ കഴിയുന്നത്. ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച സ്ഥാനങ്ങളിൽ ആ കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ആ സാക്ഷ്യത്തോടെ ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും കർത്താവിനോട് നമ്മൾ അപേക്ഷിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഈ ദൈവം നമുക്ക് വേണ്ടി കരുതും. ഫിലിപ്പിയർ 4:13 വായിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനായി തീരും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതിനും കഴിവില്ലെന്ന് പറയുമ്പോൾ, നമുക്ക് പലതിനും മുന്നോട്ട് പോകാൻ ശക്തിയില്ലെന്ന് പറയുമ്പോൾ വചനം പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകും. കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ആ ശക്തി നമ്മോട് കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ചാടിക്കടക്കുവാൻ, സങ്കീർത്തനങ്ങൾ വായിക്കുന്ന പോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. പ്രതിസന്ധികളെ ചാടിക്കടക്കുവാൻ പ്രത്യേക അഭിഷേകം, മുൻപിൽ എത്ര നോയുണ്ടെങ്കിലും ആ അനോയിന്റിങ് നിന്റെ മേലുണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള ദൈവിക അഭിഷേകം കർത്താവ് നിന്റെ മേൽ പകരും. ചിലതിനെ മറികടക്കുവാൻ, ചിലരെ നാവ് കൊണ്ട് പൊട്ടിച്ചെറിയുവാൻ, നമുക്ക് ഭൂമിയിൽ കെട്ടുവാനും തുറക്കുവാനുള്ള അധികാരം നമ്മുടെ നാവിൽ ദൈവം തന്നിട്ടുണ്ട്. ആ അധികാരത്തോടെ ചിലതിനെ കൽപ്പിക്കുവാൻ ആ ദൈവിക അഭിഷേകമുണ്ടെങ്കിൽ അതിനെ ചാടിക്കടക്കുവാൻ കഴിയും. അതിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തുവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഏത് പ്രതിസന്ധികളാണെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ മഹത്വത്തോടെ ധനത്തിനൊത്തുവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. യേശുവിൽ ആശ്രയിക്കുന്നെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുവാനിടയായിത്തീരും. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഓരോരുത്തരോടും കൂടെ ഇരിക്കട്ടെ.